പണ്ടാരടുപ്പിന് സമീപം നിന്ന് സ്മിത ഹരിദാസ് ചേരുന്നു. സ്മിത, പറയൂ. SKN ഇപ്പോൾ നമ്മുടെ കൂടെ ഇത് സമയം ഏകദേശം അടുത്ത് വരുന്നു അല്ലേ? വലിയ തിരക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ക്ഷേത്രം ഭാരവാഹികൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു, അതിഥികൾ എത്തിക്കഴിഞ്ഞു. ക്ഷേത്രം ട്രസ്റ്റിന്റെ പ്രസിഡന്റ് വി ശോഭ മാം, എല്ലാ പ്രാവശ്യവും നമ്മൾ കാണാറുണ്ട്. വലിയ തിരക്ക് വളരെ കൂടുതലാണ്. കഴിഞ്ഞ വർഷം പോലെ എല്ലാവരും ഉണ്ട്. രാഷ്ട്രീയ ലെവലിലെ പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രിമാര് എല്ലാവരും എത്തുന്നുണ്ട്. പിന്നെ ഞങ്ങള് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ട്രസ്റ്റിലെ അംഗങ്ങളും എല്ലാവരും ഉണ്ടാവും. ഇത്തവണ ചൂട് കൂടുതലുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോഴേ ചൂട് കൂടുമ്പോൾ ചിലപ്പോൾ ആള് കുറയോ ഭക്തർ കുറയോ എന്നുള്ളൊരു തോന്നലായിരുന്നു. പക്ഷെ നേരെ തിരിച്ചാണ് കാണുന്നത് ഇത്തവണ അല്ലേ? ചൂടൊന്നും ഈ പൊങ്കലെ ബാധിക്കുന്ന കാര്യമില്ല. അത് കൃത്യമായിട്ട് വളരെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ചോന്നറിയില്ല, ചൂട് ഇന്നലെ കുറവായിരുന്നു. മഴയുടെ ഒരു മഴ, അപ്പൊ അത് വളരെ അനുഗ്രഹമാണ്. ഇപ്പോഴും ഒരു ചെറിയ മൂടി ഇരിപ്പുണ്ട്. അപ്പൊ അത് ദേവി എനിക്ക് തോന്നുന്നു ഭക്തർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന, അതായത് പക്ഷെ ചൂട് കൂടുതലാണ് എങ്കിലും ആ വെയിലിന്റെ കാഠിന്യം പൊങ്കാല ഇടുന്നവർക്ക് വേണ്ടിയിട്ട് കുറവുള്ളത് പോലെയാണ്. വിശ്വാസികളുടെ വിശ്വാസം പോലെ തന്നെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കണ്ടിരുന്നു. അതെ അതെ അതെ. പിന്നെ ഇപ്പൊ ഇവിടെ നടക്കാൻ പോണ ചടങ്ങ് ഇപ്പൊ ഇവിടെ അകത്തെ ചടങ്ങ് കഴിഞ്ഞിട്ട്, അതായത് കൊച്ചുതടപ്പള്ളിയില് തിരികൊളുത്തിയതിനു ശേഷം സഹമേൽശാന്തി ഇവിടെ വന്നിട്ട് അടുപ്പിന് തിരികൊളും. അതിന് മുമ്പ് ശുദ്ധ പുണ്യാഹം നടക്കും. തിരികൊളുത്തിയൻ ഇവിടുത്തെ അടുപ്പ് തുടങ്ങുമ്പോഴാണ് ചുറ്റുവട്ടത്തുള്ള എല്ലാ അടുപ്പുകൾക്കും തീ പകരേണ്ടത്. തിളച്ചു കഴിഞ്ഞ് അത് അപ്പോഴത്തേക്കും പൊങ്കാല അവസാനിക്കുന്നു. അത് നിവേദ്യം 1:15 ഓടുകൂടി പൊങ്കാലയുടെ ഇതാകും. പിന്നെ ദേവി എഴുന്നള്ളിപ്പ്, കുത്തിയോട്ടം, ഇങ്ങനെ ചടങ്ങുകൾ ബാക്കി വീണ്ടും ഉണ്ട്. നാളെയാണ് ദേവി തിരിച്ചു വരുന്നത് ശാസ്താക്ഷേത്രത്തിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് രാത്രി കാപ്പ് അഴിക്കുന്ന ചടങ്ങ്, പിന്നെ കുരുതർപ്പണവും കൂടെ ആകുമ്പോൾ തീരും. ബാലികമാരുടെ ഇതുണ്ടല്ലോ താലപ്പൊലി, അതെ. പണ്ട് കാലത്തൊക്കെ നിവേദ്യം കഴിഞ്ഞിട്ടാണ് ബാലികമാരെ താലപ്പൊലിക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പം ദൂരത്തു നിന്നൊക്കെ ആണ് പൊങ്കാല ഇടാൻ വരുന്നത്. അപ്പൊ അവർക്ക് പൊങ്കാലയും ഇടണം, കുട്ടികൾക്ക് ഇത് എടുക്കണം, തിരിച്ചു പോവും വേണം. അപ്പൊ അവര് നേരത്തെ വന്നിട്ട് താലപ്പൊലി എടുക്കുന്നുണ്ട്. അപ്പൊ അത് കുഴപ്പമില്ല, ദേവിയുടെ നടയിൽ തന്നെ വരുന്നത്. അതെ അതെ അതെ. അതുകൊണ്ട് അതിന് ഞങ്ങള് ക്യൂ പ്രത്യേകം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സമയം അടുത്ത് വരികയാണ്. അപ്പൊ ക്ഷേത്രം ഭാരവാഹികൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മന്ത്രി VN വാസവൻ എത്തിയിട്ടുണ്ട്, DGP എത്തിയിട്ടുണ്ട്, മേയർ ആര്യ രാജേന്ദ്രനുണ്ട്. അങ്ങനെ അതിഥികളെല്ലാവരും പുറത്ത് തൊട്ടടുത്ത് തന്നെയായിട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കുറച്ച് സമയത്തിനുള്ളിൽ ഇതിനകത്തേക്ക് പ്രവേശിക്കും. പിന്നെയാണ് ആ ചടങ്ങ് നടക്കുക. ശുദ്ധപുണ്യാഹം അടുപ്പ് കെട്ടി അത് 10:15 കൃത്യം 10:15 അഗ്നി ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിൽ നിന്ന് അഗ്നി പകർന്ന് തിടപ്പള്ളിയിലെത്തിക്കുന്നു. അവിടെ നിന്ന് സഹമേൽശാന്തിയാണ് ഇവിടേക്ക് എത്തുക. ഇവിടെ എത്തി ഈ അടുപ്പിൽ പണ്ടാരടുപ്പിൽ തീ പകരുന്നതോടെ, അഗ്നി പകരുന്നതോടെ ഇത്തവണത്തെ പൊങ്കാല നിവേദ്യത്തിന് തുടക്കമാവുകയാണ്. ആ സമയത്ത് ഒരു വലിയ ശബ്ദത്തിൽ കതിന, അതിപ്പോ തന്നെ കേട്ടു തുടങ്ങിയിരിക്കുന്നു. അത് വലിയൊരു രീതിയിലായിരിക്കും. പുഷ്പവൃഷ്ടി ഉണ്ടാകും. അപ്പൊ ആ സമയത്താണ് എല്ലാവരും തന്നെ കിലോമീറ്റർ കണക്കിന് ദൂരത്തിൽ ഒരുപാട് ഭക്തരെത്തി അവര് എല്ലാവരും തന്നെ പൊങ്കാല നിവേദ്യത്തിന്റെ തുടക്കമിടും. 10:15 ആ ചടങ്ങിന് തുടക്കമാകുന്നു. എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, സ്മിത ഹരിദാസാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നമ്മളുടെ വാർത്താ സംഘം പകർത്തുന്ന ഹെലിക്യാം വിഷ്വൽസാണ് പ്രേക്ഷകർ കാണുന്നത്. ഡ്രോൺ വിഷ്വൽസാണ് ഇത് പകർത്തുന്നവരിൽ നമ്മുടെ അനുരാജുണ്ട്, അരുൺ എഴുപുന്നയുണ്ട്. അപ്പോൾ ഇപ്പോൾ അനുരാജ് പകർത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കിഴക്കേക്കോട്ടയിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. അവിടെ സുജിത് സുരേന്ദ്രനുണ്ട്. കിഴക്കേക്കോട്ടയിലെ അട്ടക്കുളങ്ങരയാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ മെയിൻ വാർത്താ ഓഫീസ്. അതിനടുത്തുനിന്ന് സുജിത് സുരേന്ദ്രൻ ചേരുന്നു. സുജിത്ത്, തലസ്ഥാനം ഭക്തിസാന്ദ്രമായി കഴിഞ്ഞിരിക്കുന്നു. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ നിറഞ്ഞു നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തലസ്ഥാന നഗരിയിൽ കാണാൻ കഴിയുന്നത്. രാജവീഥികളെല്ലാം തന്നെ അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുപോലെ 3 ചുടുകട്ടകൾക്ക് മുകളിൽ പുകയുന്ന പൊങ്കാല അടുപ്പുകൾ, കിലോമീറ്ററോളം നീണ്ടുപോകുന്ന ക്യൂ, ഇതൊക്കെ ഇപ്പോൾ സാധാരണ കാഴ്ചയാണ് തിരുവനന്തപുരത്ത്. അനന്തപുരി ഏറ്റവും മഹാമനസ്കരാകുന്ന ഒരു സമയമാണ് ഇന്ന്. അല്പസമയത്തിനകം ഏതാണ്ട് 1 മണിക്കൂറിന് ഇപ്പോൾ കിഴക്കേക്കോട്ട ഈ സ്പോട്ടിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കിഴക്കേക്കോട്ട എന്ന മനോഹരമായ തിരക്ക് പിടിച്ച പുരിയുടെ ആകാശ ദൃശ്യങ്ങൾ ഈ ക്യാമിലൂടെ പകർത്തുകയാണ് നമ്മുടെ വാർത്താ സംഘം.
അപ്പോൾ ഇതിന് കീഴെ ഈ ആകാശ ദൃശ്യങ്ങൾക്ക് കീഴെ എവിടെയോ ഈ ഒരു പൊട്ടുപോലെ നമ്മുടെ പ്രതിനിധി സുജിത് സുരേന്ദ്രനുണ്ട്. സുജിത്തിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ സുജിത്തിന് തുടങ്ങാം. സുജിത്തെ തുടങ്ങൂ. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നൽകുന്നതിന് വേണ്ടി നിറകലങ്ങളിൽ പൊങ്കാലയർപ്പിച്ച് പുണ്യം നേടുന്നതിന് വേണ്ടിയായി നിരവധിയായ ഭക്തരാണ് ഇപ്പോൾ ഈ നമ്മുടെ കിഴക്കേക്കോട്ടയിലുമുള്ളത്. നമ്മുടെ ഓഫീസിന് തൊട്ട് സമീപത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ പാതയുടെ ഇരുവശങ്ങളിലും പൊങ്കാലക്കലങ്ങൾ അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഈ കിഴക്കേക്കോട്ടയിലെ നടവഴികളിലും ഇടവഴികളിലും ഒക്കെ തന്നെ പൊങ്കാലക്കലങ്ങൾ അങ്ങനെ നിരത്തി ഭക്തരായ അമ്മമാരും സഹോദരിമാരും ഒക്കെ തന്നെ പൊങ്കാല അർപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ്. രാവിലെ തന്നെ എല്ലാവരും റെഡിയായി. ഇന്നലെ തന്നെ അടുപ്പിന് സമീപത്ത് തന്നെയായിരുന്നു പലരുടെയും ഉറക്കം. രാവിലെ അവർ കുളിച്ച് വൃത്തിയായി എല്ലാവരും എത്തി. തേങ്ങയും ഒക്കെ ശർക്കരയും ഒക്കെ ഒരുക്കി പായസത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ട് അവർ ഇരിക്കുകയാണ്. പലയിടത്തും അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. പ്രഭാത ഭക്ഷണമൊക്കെ എത്തിച്ചു നൽകുന്നുണ്ട്. ഒപ്പം തന്നെ കുടിവെള്ളം എത്തിച്ചു നൽകുന്നു. അങ്ങനെ നിരവധി അവർക്ക് വേണ്ട പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് ഒരുക്കുകയാണ്. ഇനി 10 മണിക്ക് ശേഷമാകും ഇനി അടുപ്പ് കത്തിക്കുക. ആ ഒരു ക്ഷേത്രത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് ലഭ്യമാക്കുന്നതിനുള്ള ശബ്ദ സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവർ പൂർത്തിയാക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ആ നിമിഷത്തിനായുള്ള കാത്തിരിപ്പാണ്. ഇന്നലെ ഇവരൊക്കെ തന്നെ ഒരിക്കലായിരുന്നു ഭക്ഷണം കഴിച്ചത്. അപ്പം ഇന്ന് ഈ പൊങ്കാലയൊക്കെ അർപ്പിച്ചുകൊണ്ട് അതിൻ്റെ പുണ്യവും പേറിയാകും ഇവരൊക്കെ മടങ്ങുക. അവരുടെ ഉള്ളിലഞ്ഞ സങ്കടങ്ങളും ആധികളും വ്യാധികളും ഒക്കെ തന്നെയാണ് അമ്മയ്ക്ക് മുന്നിൽ അവരുടെ ആ ദുരിതങ്ങളൊക്കെ തന്നെ പൊങ്കാലയായി സമർപ്പിക്കുകയാണ്. അതിൻ്റെ പുണ്യവും പേറി അവർ വന്ന ഇടങ്ങളിലേക്ക് തന്നെ മടങ്ങും. എന്തായാലും ഇപ്പോൾ അവരുടെ എല്ലാം ഉള്ളിൽ ഒരു മന്ത്രം മാത്രമേ ഉള്ളൂ, ആറ്റുകാലമ്മ ശരണം. ആ ഒരു മന്ത്രത്തോടെ അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയോടുകൂടി അവർ കാത്തിരിക്കുകയാണ്. ഒരു വർഷത്തെ അവരുടെ നീണ്ട കാത്തിരിപ്പാണ്. ഇപ്പോൾ ആദ്യമായി പൊങ്കാല അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ആളുകളുണ്ട്. വർഷങ്ങളായി മുടങ്ങാതെ പൊങ്കാല അർപ്പിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും ഇപ്പോൾ ഏതാണ്ട് ഈ വിവിധ ഇടങ്ങളിൽ, അതായത് കോർപ്പറേഷനിലെ 52 വാർഡുകളിലായി ഏകദേശം 135 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊക്കെ തടയുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവർക്കുള്ള പരിഹാരങ്ങളുമായി പോലീസുണ്ട്. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടി പ്രത്യേക നിയോഗിച്ചിട്ടുള്ള വനിതാ ഷാഡോ ടീമൊക്കെ ഉണ്ട്. എല്ലാ ക്രമീകരണങ്ങളും എല്ലാ സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവരോടൊക്കെ തന്നെ വിശേഷങ്ങളൊന്ന് ചോദിക്കാം. SKN ഏതാണ്ട് ഒരമ്മ ശർക്കര ഒരുക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അമ്മേ, ബാക്കിയെല്ലാം ഒരുക്കി കഴിഞ്ഞോ? പൊങ്കാല ഇടാനുള്ള ഒരു അടുപ്പിൽ തീ കൊളുത്തുന്നതിനുള്ള ആ ഒരു മുഹൂർത്തത്തിനുള്ള കാത്തിരിപ്പാണ്. എല്ലാ കൊല്ലവും പൊങ്കാല ഇടാറുണ്ടോ? എവിടെയാണ് അമ്മയുടെ വീട്? എന്താ പേര്? അജിത. അമ്മ ഒറ്റയ്ക്കാണോ വന്നത് അതോ അനിയത്തിയുണ്ട്, ബന്ധുക്കളൊക്കെ ഉണ്ടല്ലേ? എല്ലാവരും ഇങ്ങനെയാണ്. പലരും അവരുടെ പ്രദേശത്തുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ടാണ് പലയിടങ്ങളിലും ദൂരെ നിന്ന് വരുന്നവരൊക്കെ തന്നെ അവരുടെ വനിതാ കൂട്ടായ്മകൾ, സംഘടനകൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് എത്തിയിരിക്കുന്ന ഒരു അമ്മ നമ്മളോട് സംസാരിക്കണം, SKനോട് സംസാരിക്കണമെന്നാണ് പറയുന്നത്. അമ്മ എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ കമ്പളത്തൂർ, പാലക്കാട്. പാലക്കാട് നിന്ന് വരിക? പാലക്കാട് എന്ന് തിരിച്ചു അവിടെ നിന്ന്? ഞങ്ങൾ ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക്. എങ്ങനെയാ എല്ലാവരും കൂടെ ചേർന്നാണോ വന്നത്? 40 പേരുണ്ട്. 40 പേര്. 8 ട്രാവലർ, ഒരു ബസ്. ഒരു ബസ്സിൽ ബസ്. എവിടെ താമസമൊക്കെ എവിടെയായിരുന്നു? താമസം KSRTC കാര്യാലയത്തിൽ. ഇവിടെ സൗകര്യം ഒരുക്കി തന്നു. നല്ലതായിരുന്നു. എല്ലാത്തിനും നല്ല ഒരു സന്തോഷം. അങ്ങനെ SKN ഇവരൊക്കെ തന്നെ ആ ഒരു കാത്തിരിപ്പിലാണ്. ഇനി ആ ഒരു അല്പസമയം മാത്രമേ ഉള്ളൂ അടുപ്പ് കൊളുത്തുന്നതിന് വേണ്ടി, പ്രസാദം തയ്യാറാക്കുന്നതിന് വേണ്ടി